എന്റെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. ഞാനിന്നിവിടെ കേരളത്തിലെ പ്രമുഖരായിട്ടുള്ള ചില രാഷ്ട്രീയ നേതാക്കന്മാരുടെ ശബ്ദം ഒന്ന് അനുകരിക്കാൻ ശ്രമിക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്നെ പ്രോത്സാഹിപ്പിക്കണം. ആദ്യം ശ്രീമതി പത്മജ വേണുഗോപാലിന്റെ ശബ്ദം ഒന്ന് അനുകരിക്കാൻ ശ്രമിക്കുകയാണ്. ശ്രീമതി പത്മജ വേണുഗോപാൽ. വി.എം. സുധീരന്റെ നടപടികള് സാധാരണ ജനങ്ങളില് വളരെയധികം പ്രതീക്ഷ ഉണ്ടാക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് സ്ത്രീകളില്. എനിക്കറിയാം അവരോട് സംസാരിക്കുമ്പോ ഒരു മുഖ്യമന്ത്രി എന്നുള്ള നിലയ്ക്ക് ശ്രീ ഉമ്മൻചാണ്ടിന്റെ ബുദ്ധിമുട്ടുകൾ എനിക്ക് മനസ്സിലാവും. കാരണം ഒരു മുഖ്യമന്ത്രിയുടെ മകളായിട്ടിരുന്നിട്ട് ഞാനിതെല്ലാം കണ്ടിട്ടുണ്ട്. ഏറ്റവും വലിയ ഗാന്ധിയനായിരുന്നു എന്റെ അച്ഛന്. മദ്യനയത്തെ കുറിച്ച് അദ്ദേഹം ഇത്തരം കാര്യങ്ങളില് വളരെ പ്രാക്ടിക്കലായിട്ടാണ് അദ്ദേഹം തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നത്. ഒരു മേശയ്ക്ക് ചുറ്റും ചർച്ച ചെയ്ത് തീർക്കേണ്ട കാര്യങ്ങള് പരസ്യമായിട്ട് പ്രസ്താവന നടത്തുന്നത് ശരിയാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. എന്തൊക്കെ പറഞ്ഞാലും ശ്രീ വി.എം. സുധീരന്റെ പ്രസ്താവനകളോട് ജനങ്ങള് നല്ല രീതിയിൽ പ്രതികരിക്കും എന്നുള്ള കാര്യത്തില് യാതൊരു സംശയവുമില്ല. അടുത്തതായി ശ്രീ ആര്യാടൻ മുഹമ്മദ്. ശ്രീ ആര്യാടൻ മുഹമ്മദിന്റെ വോയിസ് ഒന്ന് അനുകരിക്കാൻ ശ്രമിക്കുകയാണ്. ശ്രീ ആര്യാടൻ മുഹമ്മദ്. അമ്മക്ക് തുല്യമായി അമ്മ മാത്രമേ ഈ ഭൂലോകത്തുള്ളൂ എന്നതിന് യാതൊരു സംശയവും വേണ്ട. അമ്മക്ക് തുല്യമായി അമ്മ മാത്രമേ ഈ ഭൂലോകത്തുള്ളൂ. അമ്മയെ കുറിച്ച് പറയുകയാണെങ്കിൽ ജാതിയില്ല, മതമില്ല, അതുമാത്രമല്ല ദേശങ്ങളില്ല, രാജ്യങ്ങളില്ല, അതുമാത്രമല്ല ഈ ഭൂലോകത്തുള്ള മുഴുവൻ ജനങ്ങളും ആരാധിക്കുന്ന ഒരു വ്യക്തി ഇന്ന് ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അതമ്മ മാത്രമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അമ്മയെ കുറിച്ചുള്ളൊരു പ്രധാനപ്പെട്ട കാര്യം ആത്മീയതയിൽ അധിഷ്ഠിതമായ ഭൗതികമായിട്ടുള്ള കർമ്മപരിപാടികൾ ജനങ്ങളുടെ മുൻപിൽ അവതരിപ്പിച്ച് മുന്നോട്ടു പോകുന്ന ഒരു വ്യക്തി ഇന്ന് ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അതമ്മ മാത്രമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അടുത്തതായി ശ്രീമതി ഗൗരിയമ്മ. ഞങ്ങൾ മത്സരിക്കാന്ന് പറഞ്ഞു ഞങ്ങളെ സീറ്റ് ഞങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞു. ഞങ്ങളെ സീറ്റ് വേണമെന്ന് പറഞ്ഞു. ഞങ്ങൾക്കത് തരാൻ കഴിയില്ലെന്ന് പറഞ്ഞു. ഞങ്ങൾ തരാൻ കഴിയില്ല എന്ന് പറഞ്ഞു. ഞങ്ങൾക്കത് വേണമെന്ന് ഞങ്ങൾ പറഞ്ഞു. വേറെ പാർട്ടികൾ വന്ന് ഞങ്ങൾ എടുത്തു വന്ന് ഞങ്ങൾ ആരാ കൂടെയും കൂടാനില്ല, ഞങ്ങൾ ആരാ കൂടാനില്ല എന്ന് പറഞ്ഞ് വേറെ പാർട്ടി വന്ന് സമീപിച്ച് അവരോട് ഞങ്ങളുടെ കാര്യം പറഞ്ഞു. ഞങ്ങൾ ഒറ്റയ്ക്ക് മത്സരിക്കും, ഞങ്ങൾ ജയിക്കും എന്ന് ഞങ്ങളൊന്ന് നോക്കട്ടെ. നിങ്ങൾ മേടെ തന്മയത്തോടു കൂടി നിങ്ങൾ വോട്ട് ചെയ്താൽ മതി എന്ന് പറഞ്ഞ് മനസ്സിലാക്കണം.